ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലെ, ആത്മകണ്ണുകളാലെ. രണ്ടുപേരൻ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം തൻ സാന്നിധ്യം അതുണ്ടെന്നവൻ ചൊന്നതല്ലയോ, അന്നു ചൊന്നതല്ലയോ. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും. തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ. തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലെ, ആത്മകണ്ണുകളാലെ. അന്ധകാരം മാറുന്നു, വെളിച്ചം വീശുന്നു. ദുഷ്ടലോകം ക്രൂശിനാൽ തകർന്നു പോകുന്നു. കൃപ 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 എന്നങ്ങാത്തു ചൊല്ലവേ പർവ്വതങ്ങൾ കാൽക്കീഴെ സമഭൂമിയാകുന്നു. ദീനസ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു. പഞ്ചനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ആ സന്തോഷം നിറയുന്നുണ്ട് അന്തരംഗത്തിൽ. തിരു സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം.
വെളിപാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. കുറച്ച് നാളുകൾക്ക് മുമ്പ് ദൈവവചനത്തിൽ നിന്ന് നാം ചിന്തിച്ചതായ ഒരു വിഷയം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് മനുഷ്യ രാശിക്ക് ലഭിച്ചതായ, മനുഷ്യകുലത്തിന് ലഭിച്ചതായ ഭാഗ്യങ്ങളെക്കുറിച്ചാണ്. ഇന്ന് അതിൻ്റെ തുടർന്നുള്ളതായ ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് നാം ചിന്തിച്ചതായ 3 കാര്യങ്ങളാണ്: യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരണം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ, ശുദ്ധീകരണം, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം. ഇന്ന് നാം വായിച്ചതായ വാക്യം ഇപ്രകാരമാണ്: നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. വീണ്ടെടുപ്പ്, വിലയ്ക്ക് വാങ്ങൽ. തിരുവചനം നാം വായിക്കുമ്പോൾ ഈ വീണ്ടെടുപ്പ്, വിലയ്ക്ക് വാങ്ങുക എന്ന് പറയുന്നത് അതിമനോഹരമായിരിക്കുന്ന ഒരു വിഷയമാണ്. അത് അല്പനേരം കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ 5 മണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീരുന്ന ഒരു വിഷയമല്ല. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പിണിയല്ലാത്തതായി എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. വീണ്ടെടുപ്പ്. ക്രിസ്തുവോ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്നാണ് നാം വായിക്കുന്നത്. മനുഷ്യന് ഒരിക്കലും സാധ്യമല്ലാതിരുന്ന ഒരു കാര്യം, മനുഷ്യനെ സ്വയമായി ചെയ്യാൻ കഴിയാത്തൊരു കാര്യം, മനുഷ്യന് എന്തെല്ലാം നന്മ പ്രവൃത്തികളോ നീതിപ്രവൃത്തികളോ ചെയ്താലും മനുഷ്യന് സാധിക്കാത്ത കാര്യം കർത്താവായ യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ സാധിപ്പിച്ചു. അതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. നാം കാൽവരി പ്രെയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ ചേർന്ന് വരുന്ന ദൈവമക്കളാണ്. അല്ല, ഒരുപക്ഷെ ഈ കൂട്ടായ്മയിൽ വരാത്തവരും ഈ ദൈവവചനം ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാകാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവമക്കളെ, എന്താണ് ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നാം സ്ഥിരമായി ഈ കൂട്ടായ്മയിൽ വരികയും ഈ കൂട്ടായ്മയിൽ പറയുന്ന വചനം, ദൈവത്തിൻ്റെ വചനം, യേശുക്രിസ്തുവിനെക്കുറിച്ച് മാത്രമുള്ളതായ ഈ വചനം നമ്മൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ പേര് പറഞ്ഞോ നമുക്ക് ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു മഹാത്ഭുതമാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ആ വാക്കൊന്നും പാവപ്പെട്ട ദൈവമക്കൾ കൂടി വരുമ്പോൾ പരസ്പരം സംസാരിക്കാറില്ല. വീണ്ടെടുക്കപ്പെട്ടുവോ, വീണ്ടെടുപ്പിൻ്റെ അനുഭവം ലഭിച്ചുവോ? പണ്ട് നവീന സഭകളിലുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ അത് പരസ്പരം പറയുമായിരുന്നു, വീണ്ടെടുക്കപ്പെട്ടുവോ, വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു വാക്ക് ചോദിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായ ഒരു മഹാത്ഭുതമാണ് ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. എന്താണ് ഈ വീണ്ടെടുപ്പ്? സ്വർഗത്തിലെ ദൈവം, പിതാവായ ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. അവരെ ഏദൻ പറുദീസയിലാക്കി. നമുക്ക് കഥയും ചരിത്രവും എല്ലാം നന്നായിട്ടറിയാം. എന്നാൽ ഏദൻ പറുദീസയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിച്ചതായ, ആ സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ചതായ ആദമിൻ്റെ ജീവിതത്തിലേക്ക് പിശാച് കടന്നു വന്ന് പാപത്തിൽ അവനെ വഞ്ചിച്ചു, ചതിച്ചു, വീഴിച്ചു. ഈ ആദമിനെ ആ ഏദൻ തോട്ടത്തിലാക്കുമ്പോൾ എന്നേക്കും ആ തോട്ടം പരിപാലിക്കാനും അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനും വേണ്ടിയാണ് ആദമിനെ ആക്കിയത്. വേല ചെയ്യുവാനും അതിനെ കാവൽ ചെയ്യുന്നതിനും വേണ്ടിയാണ് ആദമിനെ ആക്കിയത്. ആ ഏദൻ തോട്ടത്തിൽ എന്നേക്കും ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദമിനെ ആക്കിയത്. എന്നാൽ
ആദം പാപം ചെയ്തപ്പോൾ, സാത്താൻ്റെ കയ്യിൽ അകപ്പെട്ടപ്പോൾ, സാത്താൻ്റെ വഞ്ചനയിൽ പെട്ടപ്പോൾ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദം പുറത്തായി. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യകുലത്തിന് എന്നേക്കുമുള്ളതായ ആ സ്വർഗത്തിൻ്റെ അനുഭവം നഷ്ടപ്പെട്ടു. ദൈവം എന്നേക്കും മനുഷ്യൻ വസിക്കുവാനായി ആ ഏദൻ തോട്ടത്തിലാക്കി വെച്ചു. പക്ഷെ ആ ഏദൻ തോട്ടത്തിൻ്റെ അനുഭവം, സ്വർഗത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ പുറന്തള്ളപ്പെട്ടു. അവന് അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദം സങ്കടത്തോടെ, വേദനയോടെ പുറത്തേക്ക് പോകുമ്പോൾ ദൈവം അവനൊരു വാഗ്ദത്തം കൊടുത്തു. മോനെ, നീ ഇന്ന് ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, പക്ഷെ നീ ഭയപ്പെടണ്ട. ഞാൻ വീണ്ടും നിന്നെ ഈ ഏദൻ തോട്ടത്തിലാക്കുന്ന ഒരു ദിവസമുണ്ട്. അതാണ് വീണ്ടെടുപ്പ്. ദൈവമക്കളെ, എന്നേക്കുമായി കാണാതെ പോയ, എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയതായ മനുഷ്യന്റെ ആത്മാവിനെ തിരികെ ജീവന്റെ പറുദീസായിലേക്ക്, സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് വീണ്ടുകൊള്ളുന്നതാണ് ഈ വീണ്ടെടുപ്പ്. തിരികെ കയറ്റുന്നതാണ് ഈ വീണ്ടെടുപ്പ്. പക്ഷേ അതെങ്ങനെ സാധിക്കും? അവൻ്റെ ജീവിതത്തിൽ പാപം വന്നുപോയില്ലേ? ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം, ഗൗരവത്തോടെ മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തുന്നത് അവൻ്റെ ജീവിതത്തിലെ പാപം മാത്രമാണ്, മറ്റൊന്നുമല്ല. വിദ്യാഭ്യാസമില്ല എന്നുള്ളതുകൊണ്ട്, ഒരു വലിയ കുടുംബത്തിൽ ജനിച്ചില്ല എന്നുള്ളതുകൊണ്ട്, ജോലിയൊന്നുമില്ലാതെ ദരിദ്രനായി ജീവിക്കേണ്ടി വന്നു എന്നുള്ളതുകൊണ്ട്, അംഗഹീനനായി അല്ലെങ്കിൽ അംഗഭംഗമുള്ളവനായി ഈ ഭൂമിയിൽ ജനിക്കേണ്ടി വന്നു. ജനിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളതായ വൈകല്യങ്ങൾ ശരീരത്തിലോ മാനസികമായോ ഉണ്ടായി എന്നുള്ളത് കൊണ്ടൊന്നും മനുഷ്യന് ദൈവരാജ്യം നഷ്ടപ്പെടുന്നില്ല. അതെല്ലാം ഈ ലോകത്തിലെ ചില കുറവുകൾ മാത്രമാണ്. എന്നാൽ നിത്യത എന്ന് പറയുന്ന, സ്വർഗരാജ്യം എന്ന് പറയുന്നത് മനുഷ്യന് നഷ്ടപ്പെടുന്നത് അവൻ്റെ ജീവിതത്തിൽ പാപമുള്ളതുകൊണ്ടാണ്. പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് കിട്ടാഞ്ഞിട്ടാണ്. ദൈവമക്കളെ, ആ പാപത്തിൽ നിന്നുള്ളതായ വീണ്ടെടുപ്പ്, നഷ്ടപ്പെട്ടു പോയ ആത്മാവ്, നിത്യജീവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ആത്മാവിനെ നിത്യജീവനിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക്, കർത്താവിൻ്റെ ആ മടിയിലേക്ക്, പറുദീസായിലേക്ക് വീണ്ടെടുക്കുന്ന അനുഭവം, രക്ഷയുടെ അനുഭവം, അത് കിട്ടിയത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. ആദം അന്ന് സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആദമിന് കൊടുത്ത വാഗ്ദത്തമുണ്ട്, സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിൽ ഒരുവൻ ജനിക്കും. പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപം ചെയ്യാൻ കഴിയാത്ത ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വിളങ്ങും. അവൻ പാപം ചെയ്യാതെ, അവൻ പാപം ചെയ്തിട്ടില്ല, അവന് പാപം ചെയ്യാൻ കഴിയില്ല. അവൻ മനുഷ്യകുലത്തിൻ്റെ പാപത്തിനു വേണ്ടി മരിക്കും. അന്ന് ആദമിനെ ചതിച്ചതായ ആ സാത്താനെ, ആ പിശാചിനെ കാൽവരി കുരിശിന്മേൽ തകർക്കും, അവൻ്റെ തലയെ തകർക്കും. അന്ന് മനുഷ്യന് വീണ്ടെടുപ്പുണ്ട്. അത് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പാണ്. അത് നഷ്ടപ്പെടുന്നില്ല, എന്നേക്കുമായിട്ട് മനുഷ്യന് കൊടുക്കുന്ന ഒരു വീണ്ടെടുപ്പാണ്. പക്ഷേ ആ നഷ്ടപ്പെടുന്നില്ല എന്നുള്ള വാക്ക് കേട്ടതുകൊണ്ട് എങ്ങനെയും ജീവിക്കാമെന്ന് ചിന്തിക്കരുത്. ഞാൻ പിശാചിന്റെ കൂട്ടുകൂടി വീണ്ടും പാപത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വീണ്ടെടുപ്പ് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. സകല ജാതിയിലും സകല ഗോത്രത്തിലും പെട്ടവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു തൻ്റെ രക്തം കാൽവരി കുരിശിന്മേൽ ഒഴുക്കി. ഈ ഒരു അനുഭവം ദൈവമക്കളെ, നിങ്ങൾ പള്ളിയിൽ പോകുന്നവരായിരിക്കും, ആരാധനയിൽ പങ്കെടുക്കുന്നവരായിരിക്കും, ആത്മീയമായ ശുശ്രൂഷകളോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. എല്ലാം നല്ലതാണ്, എല്ലാം ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ആ വീണ്ടെടുപ്പ്, ആ പാപമോചനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ആ പാപം മോചിച്ച് എൻ്റെ ആത്മാവ് ദൈവരാജ്യത്തിൽ എത്തി എന്നുള്ളതായ ആ ഉറപ്പ്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് എപ്പോൾ മരിച്ചു പോയാലും ദൈവരാജ്യത്തിൽ ചെല്ലുമെന്നുള്ളതായ ഉറപ്പ്, ആ വീണ്ടെടുപ്പിൻ്റെ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഞാൻ ആദ്യമായി ഈ കൂട്ടായ്മയിൽ വന്ന് ദൈവവചനം കേൾക്കുന്നത് 1996 ഏകദേശം 30 വർഷത്തോളം ആകുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവമക്കളെ, ഞാൻ ഇവിടെ വന്നു വചനം കേട്ടു. ആ വചനം എൻ്റെ ഹൃദയത്തെ തൊട്ടു. ഇത് പരമസത്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ഞാൻ വചനം കേട്ടപ്പോൾ എൻ്റെ മുമ്പിൽ വലിയൊരു ഭാരം വന്നു. അതെന്താണെന്നറിയാമോ? ഭാരം അത് മറ്റൊന്നുമല്ല, ഞാൻ ഇവിടെ കേൾക്കുന്നതായ വചനം എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട് എങ്കിൽ ഞാൻ ദൈവരാജ്യത്തിൽ കടക്കില്ല എന്നാണ്. എനിക്ക് വീണ്ടെടുപ്പ് കിട്ടിയിട്ടില്ല എന്നാണ്. എന്നാൽ ഈ വചനത്തിൽ കൂടെ തന്നെ എനിക്ക് പരിഹാരവും പറഞ്ഞു തന്നു. എന്താണ് വീണ്ടെടുക്കപ്പെടുവാൻ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ ആത്മാവ് ദൈവരാജ്യത്തിൽ എത്തുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കിവിടെ വന്നപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിന് ഞാനൊന്നും ചെയ്യേണ്ടതില്ല. എനിക്ക് വേണ്ടി എല്ലാം കർത്താവായ യേശുക്രിസ്തു ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്താൽ മതി? വിശ്വാസത്താൽ ആ രക്ഷയുടെ അനുഭവം ഞാൻ സ്വന്തമാക്കിയാൽ മതി.
അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ വന്നതായ സകല പാപങ്ങളും ഈ യേശുക്രിസ്തുവിൻ്റെ അരികിൽ വന്ന് യേശുവിനോട് ഏറ്റുപറയുക. എന്നേക്കുമായി ആ പാപങ്ങളെ ഉപേക്ഷിക്കുക. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ, എൻ്റെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ദൈവമക്കളെ, ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കുന്ന മനോഹരമായ ഒരു അനുഭവമാണത്. വീണ്ടെടുപ്പ് എല്ലാവർക്കും സ്വർഗത്തിലെ ദൈവം തന്നു കഴിഞ്ഞതാണ്. ഒരിക്കലായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞതാണ്. പക്ഷെ ഞാനത് ഏറ്റെടുക്കണം, എനിക്കത് കിട്ടണം. നമുക്കറിയാം, നമ്മളെല്ലാവരും എല്ലാ ദിവസവും തന്നെ കുളിക്കുന്നവരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. നമ്മൾ ഒരിക്കൽ ഒരു ദിവസം ഇട്ടതായ വസ്ത്രം പിന്നെ പിറ്റേ ദിവസം നമ്മൾ ആരും സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. കാരണം അതിൽ അഴുക്കുണ്ട്. നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നു, നമ്മുടെ വസ്ത്രം നമ്മൾ എല്ലാ ദിവസവും കഴുകുന്നു. കാരണം എന്താണ്? അതിൽ അഴുക്കുണ്ട്. ഈ അഴുക്ക് കളയുന്നതിന് വേണ്ടി കണ്ടുപിടിച്ചതായ സാധനത്തിന്റെ പേരാണ് സോപ്പ് എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. തുണികൾ അലക്കുന്നതിന് വേണ്ടി പ്രത്യേക സോപ്പുണ്ട്. അത് വാഷിംഗ് മെഷീൻ ഇട്ടാൽ അതിനുവേണ്ടി പ്രത്യേക സോപ്പ് പൊടിയുണ്ട്. മനുഷ്യന് കുളിക്കാനാണെങ്കിൽ ശരീരത്തിൽ തേക്കുന്നതിന് വേറെ പ്രത്യേകതരം സോപ്പുകളുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചു കൊള്ളട്ടെ ദൈവമക്കളെ, സോപ്പ് കണ്ടുപിടിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മനുഷ്യ ശരീരത്തിലെയും മനുഷ്യനുപയോഗിക്കുന്ന വസ്ത്രത്തിലെയും ആ അഴുക്ക് കളയുന്ന നല്ല ശക്തിയുള്ളതായ സാധനമാണ് ഈ സോപ്പ് എന്നുള്ളത്. ആ സോപ്പ് കണ്ടുപിടിച്ചു എന്നുള്ളത് കൊണ്ട് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഈ ഭൂമിയിലൂടെ നടന്ന് എൻ്റെ ജോലികളെല്ലാം ചെയ്ത് നടന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയി കഴിയുമ്പോൾ തനിയെ എൻ്റെ ശരീരത്തിൽ നിന്ന് അഴുക്ക് പോവോ? വിയർപ്പിൻ്റെ നാറ്റം പാറുമോ? എൻ്റെ മുഖത്തും എൻ്റെ ശരീരത്തിലും പറ്റിപ്പിടിച്ചതായ പൊടികൾ മാറുമോ? എൻ്റെ വസ്ത്രത്തിൽ പറ്റിയതായ അഴുക്ക് ഞാൻ ഒരുപക്ഷെ യാത്ര ചെയ്തപ്പോൾ ചെളിവെള്ളം എൻ്റെ മേത്ത് തെറിച്ചിട്ടുണ്ടാകാം. അല്ല, ഞാൻ യാത്ര ചെയ്തതായ സമയത്ത് ഈ ഭൂമിയിലുള്ളതായ പൊടിപടലങ്ങൾ, ഈ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ എൻ്റെ മേത്ത് ധാരാളം എൻ്റെ വസ്ത്രത്തിൽ പറ്റിയിട്ടുണ്ട്. രാവിലെ നല്ല തിളങ്ങുന്നതായ വസ്ത്രം ഇട്ടുകൊണ്ട് പോയി വൈകുന്നേരം ആകുമ്പോഴേക്കും മങ്ങി അതിൽ അഴുക്കും പൊടികളും എല്ലാം പിടിച്ചിരിക്കുന്നു. അത് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നാൽ തന്നെത്താനെ പോകൂ? ഒരിക്കലും പോവില്ല. ഞാൻ എന്ത് ചെയ്യണം? ഈ സോപ്പ് ഞാൻ പോയി വാങ്ങി ആ സോപ്പ് ഉപയോഗിച്ച് എൻ്റെ ഈ ശരീരത്തെയും ഞാൻ ഇട്ടിരിക്കുന്നതായ വസ്ത്രത്തെയും ഞാൻ കഴുകുമ്പോൾ മാത്രമേ എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ അഴുക്ക് മാറുന്നുള്ളൂ, വസ്ത്രത്തിൽ നിന്ന് അഴുക്ക് മാറുന്നുള്ളൂ. ഇത് തന്നെയാണ് വീണ്ടെടുപ്പിന്റെ അനുഭവം. ഈ വീണ്ടെടുപ്പ് സർവമാന ജാതിയിലുമുള്ള സകല ജാതിയിലുമുള്ള ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് തന്നതാണ്, മനുഷ്യർക്ക് വേണ്ടി ദൈവം തന്നതാണ്. അതാണ് നാം ഇവിടെ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നത്. കാരണം അന്ന് അവിടെ ആ സ്വർഗത്തിന്റെ അനുഭവത്തിൽ സകല ജാതിയിലും വംശത്തിലും എല്ലാ ജാതിയിലും പെട്ടതായ മനുഷ്യരിൽ നിന്ന് അനേകർ വന്ന് കൂടി നിൽക്കുകയാണ്. അവിടെ പറയുന്ന ഒരു വാക്കാണ്, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട്. കർത്താവായ യേശുക്രിസ്തു അറുക്കപ്പെട്ടു. ആ യേശുവിന്റെ രക്തം കൊണ്ട് ഈ വീണ്ടെടുപ്പ് കിട്ടിയവർ ആ യേശുവിനോട് പറയുന്ന നന്ദിയുടെ വാക്കുകളാണ്, നിന്റെ രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും, ലോകത്തുള്ളതായ സർവ്വ ഗോത്രത്തിലും പെട്ടവര്, വിവിധ ഭാഷകൾ, ലോകത്ത് ധാരാളം ഭാഷകളുണ്ട്. നമുക്കറിയാം എത്രയോ ഭാഷകൾ സംസാരിക്കുന്നവരാണ് ഓരോ രാജ്യത്ത് തന്നെ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ എത്രയോ ഭാഷകളുണ്ട്. സർവ്വ ഭാഷയിലും ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി. എല്ലാവരെയും ദൈവം വിലയ്ക്ക് വാങ്ങി. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശരീരം കാൽവരി കുരിശിൽ തകർക്കാൻ വിട്ടുകൊടുത്തു. അവിടെ വെച്ച് ആ സാത്താന്റെ തല തകർത്തു. അന്ന് അവിടെ വെച്ച് രക്ഷയുടെ വാതിൽ തുറന്നു. അവിടെ വെച്ച് വീണ്ടെടുപ്പിന്റെ വാതിൽ തുറന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാനത് അനുഭവമാക്കണം. ഞാനത് വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവമാക്കണം. ദൈവമക്കളെ, ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നെന്ന് പറഞ്ഞല്ലോ. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് വന്നു, വചനം കേട്ടു. അന്ന് ഞാൻ ഭയപ്പെട്ടു പോയി എന്ന് പറഞ്ഞത് എൻ്റെ പാപത്തെക്കുറിച്ച് കേട്ടപ്പോഴാണ്. എന്നാൽ പിന്നീട് ഈ പാപത്തിന് മോചനം യേശുവിൻ്റെ രക്തമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു ഉപവാസം എടുത്ത്, മറ്റാരോടും പറഞ്ഞില്ല, ഒരു ഉപവാസം എടുത്ത് ഏകദേശം ഒരു 4 ദിവസത്തോളം ഒരു നേരം മാത്രം ഒരു ചെറിയ ആഹാരം മാത്രം കഴിച്ചുകൊണ്ട് ഞാൻ ഉപവാസത്തോടെ ഇരുന്നു. എൻ്റെ ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ വന്നതായ സകല പാപങ്ങളും, എൻ്റെ ഓർമ്മയിൽ വന്ന സകല പാപങ്ങളും, ദൈവമക്കളെ, എൻ്റെ ഓർമ്മയിൽ വന്ന പാപങ്ങൾ, ഞാൻ ചെയ്തതും പറഞ്ഞുകൂട്ടിയതും ചിന്തിച്ചതുമായ പാപങ്ങളുടെ ഒരു 1000-1 പോലും വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. കാരണം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളിലൂടെ എത്രമാത്രം പാപങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവനും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ബോധ്യം വന്നതായ ആ പാപങ്ങൾ ഞാൻ പേപ്പറുകൾ എടുത്ത് എഴുതാനായിട്ട് തുടങ്ങി. ഞാൻ ഓർക്കുന്നുണ്ട്, ഏകദേശം ഈ 4 ദിവസം കൊണ്ട് 8 ഫുൾ സ്കാപ്പ് പേപ്പറിനകത്ത് 16 പേജുകളിലായി ഞാൻ ചെയ്ത പാപങ്ങൾ, എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്തയിൽ എൻ്റെ വാക്കുകൊണ്ട് വന്നതായ പാപങ്ങൾ.
ഒരു പാപം, ഒരു കോപിച്ചു എന്നുള്ളതായ പാപം, എൻ്റെ പിതാവിനോട്, എൻ്റെ മാതാവിനോട് ഞാൻ കോപിച്ചു, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ കോപിച്ചു, എൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് ഞാൻ കോപിച്ചു എന്നുള്ളതായ ഒരു പാപം ഞാൻ എഴുതി വെച്ചാൽ പിന്നെ ഞാനത് വീണ്ടും എഴുതൂല. കാരണം അങ്ങനെ എഴുതാൻ നോക്കിയാൽ എപ്പോഴൊക്കെ വന്നു, എത്ര പ്രാവശ്യം വന്നു എന്ന് അത് ഓരോ പ്രാവശ്യം എഴുതാൻ നോക്കിയാൽ തീരുകയില്ലല്ലോ. അങ്ങനെ ആവർത്തിക്കാതെ ആ പാപങ്ങൾ ഞാൻ എഴുതാൻ തുടങ്ങി. ഏകദേശം 16 പേജുകൾ ഞാൻ ആ പാപം മുഴുവൻ എഴുതി. ഞാൻ ഓർത്തു, ഞാൻ എന്തൊരു മനുഷ്യനാണ്, എൻ്റെ എന്ത് സ്വഭാവമാണ്, എനിക്ക് ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പോലുള്ള അർഹതയില്ലല്ലോ എന്നുള്ളതായ പരമസത്യം ഈ വചനം കേട്ട് എൻ്റെ ജീവിതത്തിലെ പാപം കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ദൈവമക്കളെ, എന്നാൽ ഞാൻ ചെയ്തെന്താണെന്നറിയാമോ? അവസാനത്തെ ദിവസം, 4-ാം ദിവസം, ഞാൻ ആ പാപക്കെട്ടുകളുമായി കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, ഞാനിത് ഓരോന്നും നിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വെട്ടാൻ തുടങ്ങുകയാണ്. ഇനി ഇത് ആവർത്തിക്കാൻ ഇടവരരുത്. ദൈവമക്കളെ, അന്ന് ഞാൻ അവിടെ വെച്ച് എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ എൻ്റെ ജീവിതത്തിൽ വന്നതായ പാപങ്ങൾ, ആ എഴുതി വെച്ച പാപങ്ങൾ ഓരോന്നും വെട്ടി. ഓരോ പാപം വെട്ടുമ്പോഴും ഞാൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഇനി ഞാനിത് ചെയ്യാൻ ഇടവരരുതേ. ഞാൻ ഇതിനെ മനസ്സുകൊണ്ട് വെറുക്കുന്നു. ഞാനിതിനെ ഇനി മേലിൽ എൻ്റെ ജീവിതത്തിൽ ചെയ്യുകയില്ല എന്ന് മനസ്സുകൊണ്ട് ഞാൻ വെറുക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോന്നും വെട്ടിമാറ്റിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവമക്കളെ, എന്നാൽ പിന്നീട് അത് റിപ്പീറ്റ് ചെയ്തില്ല, അത് ആവർത്തിച്ചില്ല എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. പലപ്പോഴും വന്നു പോയിട്ടുണ്ട് പലതും. എന്നാൽ ദൈവമക്കളെ, വരുമ്പോഴേക്കും യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ഒറ്റയ്ക്ക് പോയിരുന്ന്, കർത്താവെ, പറ്റിപ്പോയല്ലോ, തെറ്റുപറ്റിപ്പോയല്ലോ, നിന്റെ രക്തത്താൽ ഒന്ന് കഴുകി തരണമേ കർത്താവേ എന്ന് നിലവിളിക്കുമ്പോൾ കർത്താവായ യേശു തന്റെ രക്തത്താൽ എന്നെ കഴുകുന്നതും അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതും ഞാൻ അറിയുന്നു. ദൈവമക്കളെ, അങ്ങനെ ഞാൻ അന്ന് ഈ പാപങ്ങൾ വെട്ടി എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ആ 4-ാം ദിനം വൈകുന്നേരം രാത്രി ഏകദേശം ഒരു 10 മണിയായപ്പോൾ ദൈവമക്കളെ, ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വായിൽ കർത്താവായ യേശു ക്രിസ്തു സ്തുതി തന്നതും ഞാൻ എൻ്റെ യേശുവിനെ ഹല്ലേലൂയ പാടി സ്തുതിച്ചതും ആനന്ദത്തോടെ ഞാൻ എൻ്റെ ആ മുറിയിൽ നിന്ന് എഴുന്നേറ്റതും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ അനുഭവിക്കാത്തതായ ഒരു വലിയ വിടുതൽ എനിക്ക് കിട്ടി. ദൈവമക്കളെ, എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു ഉറപ്പ് കർത്താവ് തന്നു. മകനെ, നീ ഈ സമർപ്പണത്തിൽ ഉറച്ചു നിന്നാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, നിനക്ക് സ്വർഗരാജ്യം ലഭ്യമാകും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ അനുഭവം എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് വചനം പറഞ്ഞു തന്ന ദൈവവൈതലിന്റെ അടുക്കൽ ഞാൻ ചെന്ന് ഈ കാര്യം പറഞ്ഞു. സാറേ, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നതായ ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. അത് ആർക്കും എനിക്ക് തരാൻ കഴിയാത്ത ഒരു സമാധാനമുണ്ട്. എൻ്റെ ഹൃദയം എത്ര തെളിഞ്ഞിരിക്കുന്നു എനിക്ക് ബോധ്യം കിട്ടി ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ ദേവദാസനോട് പറഞ്ഞു, മോനെ, ഇനി നീ ഒരു അച്ഛൻ്റെ അടുക്കൽ ചെന്ന് ഇത് ഏറ്റുപറയണം. ഒരു ശരിയായ രക്ഷയുടെ അനുഭവമുള്ളതായ ഒരു പുരോഹിതന്റെ അടുക്കൽ ചെന്ന്, വചനമറിയാവുന്ന ഒരു പുരോഹിതന്റെ അടുക്കൽ ചെന്ന് നീ ഇത് ഏറ്റുപറയണം. കാരണം അത് നമ്മുടെ സഭയുടെ ചട്ടമാണ്. ആ ഒരു കാര്യം കുമ്പസാരം കൂടി നീ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഈ വചനം കേട്ട് മാനസാന്തരപ്പെട്ട ഒരു പുരോഹിതന്റെ അടുക്കൽ ചെന്ന് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങിയപ്പോൾ ആ പുരോഹിതൻ, വചനമറിയാവുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതായ ആ പുരോഹിതൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, ഒരു പാപവും നീ എൻ്റെ അടുത്ത് ഇനി പറയണ്ട. കാരണം നിന്റെ ഹൃദയം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നീ അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊള്ളുക, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എന്നെ പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ദൈവമക്കളെ, പിന്നീടുള്ള എൻ്റെ ജീവിതം ഞാൻ ഓർക്കുകയാണ്. എങ്ങനെ പറഞ്ഞു തരും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി തരും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊച്ചു വീടാണ്, ദാരിദ്ര്യമുള്ള വീടാണ്, അപ്പോഴും അവസ്ഥകൾക്കൊന്നും മാറ്റമില്ല. പക്ഷെ ഞാൻ ഇറങ്ങുമ്പോൾ ചില ചെടികൾ അവിടെ കാണുന്നു. ഞാൻ ആ ചെടികളെ തലോടാറുണ്ട്, ഞാൻ ആ ചെടികളോട് സംസാരിക്കാറുണ്ട്. ഞാൻ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ യേശുവിനോട് സംസാരിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ അന്നും സമ്പത്തില്ല, പൈസയുടെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ അനുഭവിക്കുന്ന പല ഈ ലോകപ്രകാരമുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ദൈവമക്കളെ, ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുന്നവനല്ല എന്നുള്ളതായ രീതിയിൽ ഈ ലോകത്തിൽ നിന്ന് ഉയർത്തപ്പെട്ട ഒരു അനുഭവത്തിൽ ഞാൻ ജീവിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്ലാസ്സിൽ ഇരിക്കുന്നതായ സമയത്ത്, അന്ന് ഞാൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഞാൻ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. പക്ഷെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഞാൻ അവരോട് സംസാരിക്കുമ്പോഴും, ഞാൻ ആ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും, ഞാൻ ആ കോളേജിന്റെ വരാന്തയിൽ കൂടി നടക്കുമ്പോഴും എല്ലാം ഞാൻ യേശുവും തമ്മിലുള്ള ഒരു ബന്ധം കർത്താവായ യേശു ക്രിസ്തു എനിക്ക് തന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ കൂടെ ആരും ഇല്ലെങ്കിൽ ഞാൻ അല്പം ഉറക്കെ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ യേശുവിനോട് സംസാരിക്കും. ദൈവമക്കളെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് വേദപുസ്തകം വായിക്കുന്നതിനുള്ള താല്പര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഈ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും വെക്കാൻ വേണ്ടി വെച്ചു ഉടനെ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുക്കിലേക്ക് ഓടുമായിരുന്നു. 100-120 കിലോമീറ്റർ അകലെയുള്ളതായ പല ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കും വേണ്ടി ഞാൻ ഓടുമായിരുന്നു, പണം മോഷ്ടിച്ചെടുക്കുമായിരുന്നു. ഇന്ന് ഈ അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എൻ്റെ ഹൃദയത്തിലൊരു വേദനയായി. ഞാൻ എടുത്ത പണത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് വേദനയായി. എൻ്റെ ഹൃദയത്തിൽ വലിയ വേദന അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ഹൃദയം ആനന്ദിച്ചു. കാരണം എൻ്റെ ഹൃദയത്തിലേക്ക് യേശു വന്നു. ആ വീണ്ടെടുപ്പ് എനിക്ക് കിട്ടി. ദൈവമക്കളെ, ദൈവകൃപയാൽ ആ വീണ്ടെടുപ്പ് നഷ്ടപ്പെടാതെ ഇന്നും നിലനിർത്താൻ കർത്താവായ യേശു ക്രിസ്തു എന്നെ സഹായിച്ചു.
അതിനൊരു മുഖാന്തരമുണ്ട് ദൈവമക്കളെ. അന്ന് ഞാൻ ഈ വചനം കേട്ട് ഈ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് എൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ആ വീണ്ടെടുപ്പിന്റെ അനുഭവം, രക്ഷയുടെ അനുഭവം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വചനം പിന്നെ സ്ഥിരമായി കേൾക്കാൻ തുടങ്ങി. ഈ വചനം പിന്നെ എനിക്ക് പ്രമോദമായി. ഈ വചനം ആര് പറഞ്ഞാലും, ഏത് ദൈവവൈദ്യലും ഈ സത്യവചനം, ഈ പാപബോധം തരുന്നതായ ഈ വചനം, മായം ചേർക്കാത്തതായ ഈ വചനം പറയുന്നത് കേൾക്കുന്നത് എനിക്ക് പ്രമോദമായി. ഞാൻ ഓർക്കുന്നുണ്ട്, ആ നാളുകളിൽ ഞാൻ എവിടെയെല്ലാം ഈ കൂട്ടായ്മയുടെ യോഗങ്ങളുണ്ടോ ഓടി ഓടി പോകുമായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതായ ഒരു ദൈവദാസന്റെ കൂടെ എവിടെയെല്ലാം ആഴ്ചയിൽ 7 ദിവസവും ഞാൻ യോഗത്തിന് പോയിക്കൊണ്ടിരുന്ന നാളുകൾ ഓർക്കുന്നു. ഒരു മാസം 30-31 ദിവസം ഉള്ളതായ മാസത്തിൽ 28 ദിവസവും ഞാൻ യോഗങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഓർക്കുന്നു. പോകുമ്പോൾ എന്ത് ആനന്ദം, വരുമ്പോൾ എന്ത് ആനന്ദം, ജീവിതത്തിൽ എന്ത് ആനന്ദം. ദൈവമക്കളെ, അന്ന് ഞാൻ എൻ്റെ പിതാവിനോടും എൻ്റെ മാതാവിനോടും എൻ്റെ വീട്ടിലുള്ളവരോടും ഞാൻ ഇടപെടുമ്പോൾ ഞാൻ ആള് മാറി വേറൊരു വ്യക്തിയായി. ദൈവമക്കളെ, ഈ ഒരു വീണ്ടെടുപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അത് കർത്താവായ യേശു ക്രിസ്തു ദൈവമക്കളെ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിന്മേൽ നമുക്ക് സാധ്യമാക്കി തന്നു. അത് അവന്റെ രക്തത്താലാണ്. അവന്റെ രക്തത്താൽ വീണ്ടെടുപ്പുണ്ട്, അവന്റെ രക്തത്താൽ പാപമോചനമുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവമക്കളെ, ഇതും കിട്ടിയില്ല എങ്കിൽ, ഈ വീണ്ടെടുപ്പ് നമ്മൾ പ്രാപിച്ചില്ല എങ്കിൽ ജീവിതത്തിൽ വൻ നഷ്ടമാണ് കേട്ടോ. നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ കോടാനുകോടിയുടെ സ്വത്തുള്ളൊരു വ്യക്തിയാണ് ഈ ഭൂമിയിൽ എങ്കിൽ പോലും ദൈവമക്കളെ നഷ്ടപ്പെട്ടാൽ, ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് പ്രയോജനം? ആ ധനവാനായ മനുഷ്യൻ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ ആ കഥയിലെ, ആ സംഭവത്തിലെ ആ ധനവാനായ മനുഷ്യൻ, അവൻ ആഡംബരത്തോടെ ദിനംപ്രതി ആർത്ത് ഉല്ലസിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചു. പക്ഷേ ഇന്ന് അവന്റെ ആത്മാവ് നിത്യ നരകത്തിലാണ്. അവന് ഒരുപക്ഷെ തോന്നിക്കാണും, ആ ലാസർ ജീവിച്ചതുപോലെ ദരിദ്രനായി ജീവിച്ചാലും വേണ്ടില്ലായിരുന്നു ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ദുരിതം, ഒരിക്കലും തീരാത്തതായ ദുരിതം ഇതെന്റെ മേൽ വന്നല്ലോ എന്നുള്ള വേദനയിലായിരിക്കാം ഒരുപക്ഷെ അവൻ ഈ യാതനാസ്ഥലത്ത് കിടക്കുന്നത്. പലരും പറയും, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും പറയരുത്, യാതനാസ്ഥലം ഉണ്ടെന്ന് പറയരുത്, മനുഷ്യന് പാപത്തിന് ശിക്ഷയുണ്ടെന്ന് പറയരുത്, നരകത്തിലേക്ക് തള്ളിക്കളയുമെന്ന് പറയരുത്, അതൊന്നും മാനവികമല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ വചനത്തിലുള്ളത് പറയാതിരിക്കാൻ വയ്യ ദൈവമക്കളെ. കാരണം എന്താണെന്നറിയാമോ? അത് സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ന്യായവിധിയുടെ ദിവസത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഈ യുഗത്തിന്റെ അന്ത്യകാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന്റെ ലക്ഷണങ്ങൾ ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. സത്യവചനം പറയുന്നവർക്ക് അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ അവസാനിപ്പിക്കാൻ തുടങ്ങിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീണ്ടെടുപ്പ് എന്ന അനുഭവം നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? എന്താണ് അതിന് ചെയ്യേണ്ടത്? ദൈവമക്കളെ, ഈ ഭൂമിയിൽ ഒന്നുമില്ലെങ്കിലും, ഈ ഭൂമിയിൽ ആരുമല്ലെങ്കിലും യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അവനവൻ്റെ ഭവനത്തിലിരുന്നു കൊണ്ട്, ആ ചെറിയ കൊച്ചു പുരയാണെങ്കിൽ പോലും, അല്ല ഒരു വാടക വീടാണെങ്കിൽ പോലും, ഒറ്റയ്ക്ക് ആരും കാണാതെ ദൈവസ്ഥലിരിക്കാൻ സ്ഥലമില്ലാത്ത ഒരു വീടാണെങ്കിൽ പോലും, നിങ്ങൾക്കുള്ള സാഹചര്യത്തിൽ മുട്ടുമടക്കിക്കൊണ്ട് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ വീണ്ടെടുപ്പ് തരുവാൻ തക്കവണ്ണം അവൻ എന്നേക്കും ജീവിക്കുന്നവനാണ്. അവൻ അതിന് ശക്തനാണ്. നിങ്ങളുടെ ജീവിതം യേശുവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാമോ? ഈ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് വരാമോ? അതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു കാൽവരി കുരിശിന്മേൽ മരിച്ചത്. അല്ലെങ്കിൽ യേശു കുരിശിന്മേൽ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ലെങ്കിൽ ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി വിളങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു, വെളിപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്, ആ നഷ്ടപ്പെട്ടു പോയ ഏദൻ പർദീസ തിരികെ തരുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിന്മേൽ മരിച്ചത്. അവന്റെ ശരീരത്തിലെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് ഒഴുക്കി തന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് തലകളെ വണക്കാം. ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ. ഈ അനുഭവം കിട്ടിയിട്ടില്ലാത്തവർ ആ അനുഭവം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കൂ. ഈ അനുഭവത്തിൽ നിൽക്കുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിനെ നന്ദിയോടെ സ്തുതിക്കൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 3.5 വർഷക്കാലം അത്ഭുതങ്ങളും അതിശയങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് 33.5 വയസ്സിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിന്മേൽ കയറി അവിടുത്തെ ശരീരത്തെ അവസാന തുള്ളി രക്തം വരെയും ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി ഞങ്ങളെ വീണ്ടെടുത്ത പ്രാണപ്രിയനായ കർത്താവേ, ഈ ദിവസം ഈ സമയം അടിയങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിന്മേൽ മരിച്ച് അവസാന തുള്ളി രക്തം വരെയും ഒഴുക്കിയ പ്രാണപ്രിയനായ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. ആരെല്ലാം യേശുവിനോട് വാക്ക് പറഞ്ഞു, ആരെല്ലാം സമർപ്പണം എടുത്തു, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. വീണ്ടെടുക്കുന്നതായ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ.